ഒരു റിലേഷൻ ടോക്സിക് ആണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? നമുക്കറിയാം, ടോക്സിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ തന്നെ നാശം സംഭവിക്കുന്ന ഒരു റിലേഷനാണ്. കഴിയുന്നതും അത്തരത്തിലുള്ള റിലേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ അങ്ങനെയുള്ള റിലേഷൻ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ആദ്യമായിട്ട് അവര് നമ്മളോട് സെന്റിമെന്റ്സ് ആണ്, ഭയങ്കര സെന്റിമെന്റ്സ് ആയിരിക്കും. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എല്ലാ കാര്യങ്ങളും നമ്മളോട് ചോദിച്ചിട്ട് ചെയ്യുക. അതേപോലെ അവരുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമായിട്ട് നമ്മളെ കണക്കാക്കുക. ഭയങ്കര സെന്റിമെന്റ്സ് ആയിരിക്കും, എല്ലാ കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യും. നമ്മളില്ലാതെ അങ്ങോട്ട് പോകില്ല, ഇങ്ങോട്ട് പോകില്ല, അങ്ങനെ ഒരു അവസ്ഥയിൽ ഭയങ്കര ഡിപ്പെൻഡൻസി ആയിരിക്കും, ഭയങ്കര ഇന്റിമസി ഉണ്ടാവും. പിന്നീടാണ് ഇൽ ട്രിപ്പിംഗ് എന്നുള്ള ഒരു സ്റ്റേജ്. ഇൽ ട്രിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീം ടു ബി പ്രൊട്ടക്ടിങ് എസ്, നമ്മളെ സംരക്ഷിക്കുന്നതാണെന്ന് തോന്നും. അങ്ങനെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് നമുക്കൊരു ഡിപ്പെൻഡൻസി കൊണ്ടുവരാം. അതായത് അവരില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിരിക്കും നമ്മൾ. അങ്ങനെ ഒരു ബന്ധം ഉണ്ടായതുകൊണ്ട് നമ്മൾ വിചാരിക്കുമോ ഇവരില്ലെങ്കിലും ഞാൻ ജീവിക്കാൻ പറ്റാതായി പോകുമല്ലോ. അപ്പോൾ എന്ത് കാര്യത്തിനും ഇവരോട് അഭിപ്രായം ചോദിക്കുക, ഇവരുടെ ഡിപ്പെൻഡ് ചെയ്യുക. അങ്ങനെ ഇവരോട് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക്, ആ ഒരു ഡിപ്പെൻഡൻസിയിലേക്ക് നമ്മളെ എത്തിക്കും. പിന്നീടാണ് മോക്കിംഗ്. മോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹസിക്കും. അവർക്ക് മനസ്സിലാവും നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ്, എല്ലാ കാര്യത്തിനും നമ്മൾ അഭിപ്രായമൊക്കെ ചോദിക്കുന്നു, അതുകൊണ്ട് സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് തിരിച്ച് ഇങ്ങോട്ട് നമ്മളോട് ചോദിക്കും, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് കാണിക്കും. അങ്ങനെ നീ എന്തിനാ പഠിക്കുന്നേ, നീ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, പഠിച്ചതിൻ്റെ എന്തെങ്കിലും വിവരമുണ്ടോ, ബുദ്ധിയുണ്ടോ, അങ്ങനെ ചോദിച്ച് നമ്മളെ കുത്തിയിരിക്കുക, ഇൻസൾട്ട് ചെയ്യുക. അങ്ങനെ ഇൻസൾട്ട് ചെയ്തിട്ട് നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് ചോർത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ സെൽഫ് കോൺഫിഡൻസ് ചോരുന്ന സമയത്ത് നമ്മൾക്ക് നമ്മളോട് തന്നെ ഒരു വെറുപ്പ് തോന്നും. അങ്ങനെ നമ്മൾ തന്നെ ചോദിക്കുമോ, ഞാൻ ഇനി ഇത്രയും പഠിച്ചിട്ടൊന്നും കാര്യമില്ല, എനിക്ക് ഈ മനുഷ്യനില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല, ഇത്രയും പഠിച്ചിട്ട് ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു കുറ്റബോധം നമ്മളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്. ആ കുറ്റബോധത്തിൽ നിന്നും നമ്മൾ ഒന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചാൽ പിന്നീട് ത്രെട്ടനിങ് ആണ്, പിന്നീട് ഭീഷണിയാണ്. നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും, നീ ഞാൻ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും, ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് പിന്നീട് വരുന്നു. അത് ലാസ്റ്റ് സ്റ്റേജ് ആണ്. ആ ഒരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ചോരുന്ന അവസരത്തിൽ ഒന്നുകിലും നമ്മൾ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റേജിൽ തന്നെ കിടക്കും, അല്ലെങ്കിൽ നമ്മൾ അവിടെ വിട്ടു പോരും. ആ ഒരു ടോക്സിക് റിലേഷൻ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മളുടേതായ വഴി തെരഞ്ഞെടുക്കും. അങ്ങനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് അവർക്കത് സഹിക്കാൻ കഴിയില്ല. ആ ടോക്സിക് പേഴ്സൺസിന് അത്തരത്തിലുള്ള ഒരു മാറ്റം അവർക്ക് സഹിക്കില്ല. അന്നേരമാണ് ഈ ഭീഷണി കൊണ്ടുവരിക. ആ ഭീഷണിയിൽ നമ്മൾ ഇമോഷണലായിട്ട് വീണു പോകും. വീണു പോയിട്ടില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ഈ ടോക്സിക് ആയിട്ടുള്ള ആളുകളുടെ പ്രത്യേകത അവർക്ക് നമ്മളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അവർക്ക് ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്. അങ്ങനെ ആ ഒരു ഡിപ്പെൻഡൻസിയിലാണ് നമ്മളെ അവരവിടെ ക്യാച്ച് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ നമ്മൾ മാറി അങ്ങനെ വരികയാണെങ്കിൽ പിന്നീട് ലാസ്റ്റ് സ്റ്റേജ് ആണ് ത്രെട്ടനിങ്. അതാണ് അതിൻ്റെ അവസാനം. ഇനി ഈ ഒരു ടോക്സിക് റിലേഷൻ ഈ ലാസ്റ്റ് സ്റ്റേജ് വരെ കൊണ്ട് എത്തിക്കാത്ത രീതിയിലേക്ക് നമുക്ക് എങ്ങനെ തീരുമാനിക്കാം, അല്ലെങ്കിൽ എങ്ങനെ മാറ്റം വരുത്താം എന്നുള്ളതാണ്. അത് ടോക്സിക് ആണോ എന്ന് തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്ത് പോകാൻ പറ്റും. അതെങ്ങനെ മനസ്സിലാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളുടെ ജീവിതം നമ്മളുടേതാണെന്നുള്ളൊരു ബോധം ഉണ്ടാവണം. എൻ്റെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും, അതിനപ്പുറം വേറൊരാളുടെ ആവശ്യമില്ല, എൻ്റെ കാര്യം തീരുമാനിക്കാൻ എനിക്കറിയാം എന്ന ഒരു ബോധം ഉണ്ടാകണം. രണ്ടാമത്തേത് ഷോ സെൽഫ് റെസ്പെക്റ്റ്. നമ്മൾക്ക് തന്നെ നമ്മളോടൊരു ബഹുമാനം വേണം. കാരണം എന്ത് പറയാനും നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം, നീ എന്താണ്, നീ എന്തിനാ പഠിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചത് ഇന്നതിനാണ്, ഞാൻ നിങ്ങളുടെ അടിമയാകാനല്ല പഠിച്ചത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു റിലേഷൻ ആകാം എന്നുള്ള രീതിയിലല്ല പഠിച്ചത്, ഞാൻ പഠിച്ചതിന് പിന്നിൽ ഇന്ന കാരണങ്ങളുണ്ട്, എനിക്ക് വേണ്ടി പഠിച്ചതാണ്, അത് ഞാൻ എങ്ങനെ വിനിയോഗിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന ഒരു തീരുമാനം. അതേപോലെ സെൽഫ് റെസ്പെക്റ്റ്. എൻ്റെ ആത്മാവിന് മുറിവേൽക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ദോഷം വരുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെ പ്രതികരിക്കാൻ, അതിനെതിരെ പ്രവർത്തിക്കാൻ എനിക്ക് കഴിയുകയാണ് എങ്കിൽ അവിടുന്ന് നമുക്ക് ആ ഒരു റിലേഷൻ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ചോയ്സ് ഉണ്ടാവുകയും ചെയ്യും. ആ ഒരു ആദ്യം തന്നെ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതമാണ്, ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു ഡിസൈഡ് ഓർ ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു ഡിസൈൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതം ഡിസൈൻ ചെയ്യേണ്ടത് നമ്മളാണ്.
മറ്റുള്ളവരല്ല എന്നൊരു ബോധ്യത്തോടെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. ഹാവ് എ നൈസ് ഡേ.